ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വേഗം ചെല്ല്. അണ്ണൻ നിങ്ങളെ കാത്തിരിക്കാൻ തുടങ്ങട്ടെ. സമയം കുറേ ആയി. കൊടുക്കടാ. എനിക്ക് ചായ ഒന്നും വേണ്ട. അതെന്താടാ, നിനക്ക് കട്ടൻ ചായ കുടിച്ച് ഇറങ്ങൂലേ? ഇവനെ എത്ര കഷ്ടപ്പെട്ടാടാ ഇട്ടോണ്ട് വന്നേ. കുടിച്ചില്ലേ കൊന്നുകളയും. കുടിക്കടാ. വീട്ടിൽ കയറി വന്ന് അക്രമം കാണിക്കുന്നോ? ഞങ്ങൾ ഇപ്പൊ പോലീസിനെ വിളിക്കും. വന്നോ രണ്ടാളും? നിങ്ങൾ ചെയ്തു കൂട്ടിയതിന്റെയൊക്കെ ഫലം ഇവിടെ അനുഭവിക്കുന്നതേ ഞങ്ങളാ. എന്തായാലും നിങ്ങളെ കൊണ്ടൊരു ഗുണമുണ്ടായി. ഈ ലോകത്തുള്ള സകലമാന ഗുണ്ടകളും ഇപ്പൊ ഈ വീടിനകത്തുണ്ട്. ഇതുവരെ ഇവിടെ ഇവരെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് അറിയോ നിങ്ങക്ക്? അച്ഛനെ സന്ദീപിനെ ഭീഷണിപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നിരുത്തി. സന്ദീപിനെ തല്ലി ശരിയാക്കി. സ്നേഹയെ അനക്കെ ആതിരയും കുഞ്ഞുങ്ങളെയും ഒരു മുറിയിലിട്ട് പൂട്ടി. എന്നിട്ടേ അവിടെ 2 ഗുണ്ടകൾ കാവല് നിക്ക. ഇപ്പൊ ഈ വീട്ടിൽ ആർക്കെങ്കിലും ഒന്ന് അനങ്ങണെങ്കിലേ ഈ ഗുണ്ടകളുടെ അനുവാദം വേണം. നിന്റെ ആങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഈ കുടുംബത്തെ മൊത്തം കുരുതി കൊടുക്കാനാണോ നിന്റെ ഉദ്ദേശം? അത് കറക്റ്റാ. ഇവര് രണ്ടുപേരും കാരണമാ നിങ്ങൾ ഇതൊക്കെ ഇപ്പൊ അനുഭവിക്കുന്നത്. ഇനി കാര്യങ്ങൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറയാം. എന്തായാലും ഇവര് വന്നല്ലോ, കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റിൽ ചെയ്യാം. അല്ലേ മാഡം? എന്ത് സെറ്റിൽ ചെയ്യാന്ന്? ഞങ്ങൾക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. ദേ, മര്യാദക്ക് ഇവിടെ ഇറങ്ങി പോയില്ലെങ്കിൽ പോലീസ് വന്ന് നിങ്ങളെ കൊണ്ടുപോകും. പോലീസോ? പോലീസിനെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാ ഈ സാറിന്റെ ചുണ്ട് ഈ പരുവത്തിലായത്. എന്തിനാണ് ഇങ്ങനെ അടിച്ചത്? കഷ്ടമായിപ്പോയി. ചുണ്ട് മുറിച്ചത് കണ്ടില്ലേ? എടാ, സാറിന് നല്ല പോലെ ഐസ് വെച്ച് കൊടുത്തേ. ഐസ് വെച്ച് കൊടുത്തതാ. ഇപ്പൊ ചോരരുതം നിന്നു. ഇപ്പം ഇവിടുത്തെ ഏകദേശ രൂപം മാഡത്തിന് സാറിന് മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾ ഞങ്ങളെ പറ്റിച്ച് അനൂപിനെ കൊണ്ടുപോയി. ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു. അയ്യോ, ഞങ്ങൾ മാത്രമല്ല കേട്ടോ, നിങ്ങളെ കാണാൻ വേറൊരു ഗസ്റ്റ് കൂടെ ഇവിടെയുണ്ട്. മുകളിലത്തെ റൂമിലിരിപ്പുണ്ട്. ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും കൂടി സന്തോഷമായിട്ട് ഇവിടെ അങ്ങ് കൂടാം. ഇന്ന് ആർക്കും ഉറക്കൂല. കളിയും ചിരിയും കൊച്ചു വർത്താനൊക്കെ ആയിട്ട്. എന്താ അർച്ചന മേഡം, ഓക്കെ അല്ലേ? സച്ചേട്ടാ, ഒന്ന് വന്നേ. പാവങ്ങള് പേടിച്ചുപോയി. മേഡം അവിടെ ഇരിക്കാൻ. വേഗം ചെല്ല്. അണ്ണൻ നിങ്ങളെ കാത്തിരിക്കാൻ തുടങ്ങട്ടെ. സമയം കുറേ ആയി. ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു.
ഈ മുറി കൊള്ളാം. നിങ്ങളുടെ ബെഡ്റൂം സൂപ്പറാ കേട്ടോ. എന്താ സച്ചി ഇത്? ഒരു വാക്ക് പറഞ്ഞ അത് പാലിക്കണ്ടേ? അങ്ങനെ ചെയ്യാത്തത് കൊണ്ടല്ലേ എനിക്ക് നിങ്ങളെ കാണാൻ ഇങ്ങോട്ട് കയറി വരേണ്ടി വന്നത്. ഡോ, ഇപ്പൊ എല്ലാവർക്കും ബുദ്ധിമുട്ടായില്ലേ? ഞാനും എന്റെ ആൾക്കാരും കുറച്ചു ദിവസം ഇവിടെ താമസിച്ച നിങ്ങളുടെ ചെലവ് എത്രയാ? അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെ? ദേ, മര്യാദയ്ക്ക് നിങ്ങളുടെ ആളുകളെ വിളിച്ചോണ്ട് ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കോണം. അങ്ങനെ അങ്ങ് പോവാൻ പറ്റുമോ? എന്നെ ഇങ്ങോട്ട് വരുത്തിയത് നിങ്ങളല്ലേ? സച്ചി, നമ്മളൊക്കെ ആണുങ്ങളല്ലടാ. സഹോദരനെ രക്ഷിക്കാൻ അർച്ചന പലതും പറയും. അതൊക്കെ കേട്ട് സച്ചി എന്നോട് ഇങ്ങനെ ചെയ്യാമോ? സച്ചി, ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളെ ആരെ ഉപദ്രവിക്കാൻ വന്നതല്ല. എന്റെ ആവശ്യം ജനുവിനാണ്. അനൂപിനോട് എനിക്ക് നേരിട്ട് ചോദിക്കണം. അവൻ കാരണം ഇല്ലാതായത് എന്റെ പെങ്ങളാ. നിങ്ങൾ അവനെ എങ്ങനെ ഒളിപ്പിച്ച് താമസിപ്പിച്ച ഞാൻ എങ്ങനെ അത് ചോദിക്കും? നിങ്ങൾ തന്നെ പറ, എവിടെയാ അവനെ ഒളിപ്പിച്ചത്? എന്റെ ആളുകൾ നാലുപാട് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് വിദഗ്ധമായിട്ടാ നിങ്ങൾ അവനെ ഒളിപ്പിച്ചത്. ആ ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് അവനെ കടത്താൻ അർച്ചന ചെയ്ത പ്ലാനിങ് ഒന്നും പറയാനില്ല. ഗംഭീരം, സൂപ്പർ. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ. സത്യത്തില് അർച്ചന ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കേണ്ട ആളാ. നല്ല ഒന്നാം തരം അധോലോക നായികയാവാൻ അർച്ചനയ്ക്ക് കഴിയും. ദേ, ഞാനിപ്പോ പോലീസിനെ വിളിക്കും. നിങ്ങളും നിങ്ങളുടെ ആളുകളും ജയിലിലും ആവും. അത് വേണ്ടെങ്കിൽ മര്യാദയ്ക്ക് പോവാനാ പറഞ്ഞത്. അർച്ചനയ്ക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. ഇത് നമ്മൾ തമ്മിൽ സംസാരിച്ചു തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതിൽ പോലീസിനെ എന്തിനാ ഇടപെടുത്തുന്നേ? അല്ല, വിളിച്ചാൽ അവരൊന്നും വരാൻ പോകുന്നില്ല. എല്ലാവരെയും ഞാൻ വേണ്ടതുപോലെ കണ്ടിട്ടുണ്ട്. നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ മതി, ഈ ബുദ്ധിമുട്ടൊക്കെ ഇപ്പോൾ ഒഴിവാക്കാം.